എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഈ ഒരു നെയ്യിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാനാണ് പോകുന്നത്. നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് വഴണ്ട് വന്നോളും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് ഇതുപോലെ ഉടഞ്ഞു വരാൻ വേണ്ടി തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് അങ്ങനെ ഉടച്ചു കൊടുക്കണ്ട, ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് രുചി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കൂ, രണ്ടും നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം വരെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും സെയിം പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വറക്കാത്ത സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള സേമിയ ഉപയോഗിക്കാവുന്നതാണ്. നേർത്ത സേമിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ വറുത്ത സേമിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും നെയ്യിൽ അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് സേമിയക്ക് 1 കപ്പ് തിളച്ച വെള്ളം മതിയാകും. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ചു വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. സേമിയ നേരത്തെ പറഞ്ഞതുപോലെ നേർത്ത സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാട് അങ്ങനെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മധുരത്തിന് പാകത്തിന് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മധുരം കാണും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അളവ് കുറക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ശർക്കരയിൽ അഴുക്കൊന്നുമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഡയറക്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കൂ, ശർക്കരയും സേമിയയും നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പഴത്തിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സേമിയ നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സേമിയ പിന്നെ വേവില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന പാകത്തിനായി കിട്ടണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിലേക്ക് ചുക്കിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഏലക്ക പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ഉള്ള ഒരു വെള്ളപ്പറ്റ് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുന്നത് വരെ മാത്രം ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടാനായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ആവിയും കൂടെ കയറ്റിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കൂട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ആവിയിൽ വേവിക്കാനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുത്താൽ മതി. ഇത് ആവി കയറ്റിയെടുക്കുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് സെറ്റായി കിട്ടാനും അതുപോലെ തന്നെ ആ ഒരു ഇലയുടെ രുചി കൂടെ ഇതിലേക്ക് വരും. അപ്പോഴാണ് ഇതിൻ്റെ രുചി ശരിക്കും നല്ലപോലെ തന്നെ കൂടുന്നത്. ഇപ്പോൾ ഞാനിവിടെ 5 മിനിറ്റ് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ആറി വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ നേന്ത്രപ്പഴം അടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു പായസം കഴിക്കണ ഫീലും അതുപോലെ തന്നെ അട കഴിക്കണ ഫീലും ആ ഒരു വാഴയിലൻ്റെ രുചിയും എല്ലാം കൂടെ വരും. നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വൈകുന്നേരം കഴിക്കാനായാലും സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്.
ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.